ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെ വാക്യങ്ങൾ. ഈ സുവിശേഷത്തിലൂടെ യോഹന്നാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ എക്സാമ്പിൾ ഉണ്ട് യേശുക്രിസ്തുവിന്റെ. യേശുക്രിസ്തു പറയുന്നു, ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിപ്പോസ് ചോദിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ക്രിസ്തു പറയുന്നു, ഫിലിപ്പോസേ, ഇത്രയും നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ? ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു, എന്നെ അറിയാത്തവൻ പിതാവിനെ അറിയുന്നില്ല. There is no other way to go to God other than me എന്നാണ് ക്രിസ്തു പറയുന്നത്. ക്രിസ്തുവിന്റെ ഈ ഒരു അസന്നിഗ്ധമായിട്ടുള്ള സംസാര രീതിയാണ് പലപ്പോഴും മറ്റു വ്യക്തികളിൽ നിന്ന് ക്രിസ്തുവിനെ വേർതിരിക്കുന്നത്. ലോകത്ത് ഒരുപാട് നേതാക്കന്മാർ വന്നു. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവർ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടാണ് അവർ പോയത്. പക്ഷേ ഇതേവരെ ലോകത്തുണ്ടായിട്ടുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ നേതാക്കന്മാരിൽ ഇതുവരെ ആരും തന്നെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് മത നേതാവിനടുത്ത് നോക്കുമോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം വേണമെങ്കിൽ നമുക്ക് നുണയായിട്ട് പറയാം. അതുകൊണ്ടാണ് പറയുന്നത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എൻ്റെ കൂടെ അല്ലാതെ വേറെ ഒരു മാർഗമില്ല പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാൻ. കാരണം ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. വഴി ഞാനാകുന്നു. അപ്പോൾ വഴി എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഡിറക്ഷനിലേക്ക് വേണം നമ്മൾ ജീവിക്കുക. ഏത് വഴി, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് നല്ല രീതിയിൽ സമൂഹത്തിൽ അറിയപ്പെടുക, അല്ലെങ്കിൽ നല്ല ഒരു തട്ടുമുട്ടും കൊള്ളാതെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചാൽ തന്നെ നമ്മൾ അവിടെ ഇവിടെ ഇടിക്കാതെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല മാർഗത്തിലൂടെ തന്നെ വണ്ടി ഓടിക്കണം. അതല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് ആകും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ എപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരുപാട് കേസുകളിൽ ചെന്നുപെടാം, പോലീസ് കേസിൽ പെടാം, മറ്റുള്ളവരുമായിട്ട് അടിയുടി ഉണ്ടാവാം, വഴക്കുകളിൽ ഇപ്പോൾ ചെന്നുപെടാം, ഗോസിപ്പുകളിൽ ചെന്ന് വീഴാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മാനം ഇതൊക്കെ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ചെന്ന് വീഴാം. അപ്പൊ ഇതിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ നല്ല മാർഗത്തിലൂടെ നടക്കണം. അപ്പോൾ ഈ നല്ല മാർഗമാണ് എന്ത്? ക്രിസ്തു. സാൻമാർഗികതയുടെ മാർഗം, അതാണ് ക്രിസ്തു. പിന്നെ വഴിയും സത്യവും. സത്യം എന്ന് ഞാൻ പറയുന്നു, സത്യത്തിന്റെ മാർഗത്തിലൂടെ നടക്കുക എന്ന് നോക്കിയിട്ടില്ല. സത്യത്തിന്റെ മാർഗം. അപ്പോൾ ഒരു വഴിയിലൂടെ നടന്നാൽ നമുക്ക് ഒരു ഇന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും, ഇന്നൊരു പോയിന്റിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെ ഡെസ്റ്റിനിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. വഴി നമുക്കറിയാം. പക്ഷേ ആ വഴിയിലൂടെ നമ്മൾ തരണം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ സത്യസന്ധത പുലർത്തണം. ഓരോ വഴിയെത്തുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക്, ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നത്, ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് വേണ്ടത് ഞാനാകുന്നു വഴിയും സത്യവും. പിന്നെ വരുന്നതാണ് മൂന്നാമത്തത്, ജീവൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ജീവന്റെ മാർഗം കാണിച്ചു തരണമെന്ന് കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ പക്കലേക്ക് എത്തുവാനുള്ള ജീവന്റെ മാർഗം കാണിച്ചു തരണമെന്ന് പറയും. ജീവന്റെ മാർഗം. വഴിയും സത്യവും എന്ന മാർഗത്തിലൂടെ നടന്നാൽ എത്തിച്ചേരുന്ന ഡെസ്റ്റിനിയാണ് ജീവൻ. എന്നാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വെറുതെ ഡെഡ് ബോഡി കണക്കിങ്ങനെ ജീവിക്കുന്നു എന്നല്ലാതെ ഒരു ജീവൻ ഉണ്ടാവില്ല. കണ്ടാൽ തന്നെ നമുക്ക് തോന്നണം, ഒരു ജീവനുള്ള വ്യക്തിത്വമാണ്, എന്തൊരു ജീവനുള്ള ഒരു ചൈതന്യമുള്ള ഒരു ആളാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ജീവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവൻ വേണമെങ്കിൽ ക്രിസ്തു ആണ് ആ ജീവന്റെ മാർഗം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ മാത്രം ഒരാൾക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തുവാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനാകുന്നു എന്ന് ക്രിസ്തു പറയുമ്പോഴും ഫിലിപ്പോസിനെ പോലുള്ള ശിഷ്യന്മാർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ സംശയമുണ്ടെങ്കിൽ എന്നെ അല്ലെങ്കിലും എൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ വിശ്വസിക്കും. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്രിസ്തു വീണ്ടും അഫോം ചെയ്ത് പറയുകയാണ്, എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുകയും. എൻ്റെ പ്രവൃത്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയുന്നത്. ഒരാളുടെ പഴയ പോലെ ഈ ആളുകൾ ഒരാൾ വിശുദ്ധനായിട്ട് ഇങ്ങനെ ഭക്തിസാന്ദ്രമായിട്ട് ശരീരം കാണിങ്ങനെ വളരെ ഡിവോഷണലായിട്ട് ആളെ കാണിക്കുന്ന രീതിയിലുള്ള നടന്നു കഴിഞ്ഞാലൊന്നും ആരും ഇപ്പോൾ അയാളെ പിടിച്ച് വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുന്നില്ല. വിശുദ്ധ പദവി എന്ന് വെച്ചാൽ സമൂഹത്തിലെ ഒരാളുകൾ നല്ല രക്ഷാണെന്നൊക്കെ പറയില്ല. ആ ഒരു സെറ്റപ്പിലേക്ക് ആരെയും കൊണ്ടുവന്നെത്തിക്കണമെങ്കിൽ അവർ ആദ്യം നോക്കുന്നത് എന്താണ്? അയാളെ ഭക്തി സാന്ദ്രമായിട്ട് നിൽക്കുന്നു. ഭക്തി ഇത് മാത്രമല്ല,
നേരെ നോക്കുന്നു അയാൾ എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് അയാളുടെ പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരാളെ ഇന്നത്തെ തലമുറ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ പ്രവൃത്തികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നല്ല പ്രവൃത്തികളല്ലെങ്കിൽ ഉടനെ തന്നെ തിരിച്ചടിയുണ്ടാകും. ചീത്ത പ്രവൃത്തികളാണെങ്കിൽ അതിനും ആ ഒരു പ്രവൃത്തിയെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ പ്രവൃത്തി നോക്കിയേ ആളുകൾ ഇന്നത്തെ വ്യക്തികളെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ആളുകളുടെ മനസ്സുകളിൽ നമുക്ക് ഇടം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരാളുടെ പ്രവൃത്തി കണ്ടാണ് നമ്മൾ അയാളെ വിലയിരുത്തുന്നത്, അയാളെ വിധിക്കുന്നത്. അതിന്റെ പ്രവൃത്തി എന്താണോ അത് നോക്കിയാണ് വിധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഇത് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ക്രിസ്തുവിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം ഭക്തിപരമായിട്ടും വളരെയധികം ആഗ്രഹിച്ചും ക്രിസ്തുവിലേക്ക് എത്തും, വളരെയധികം പ്രാർത്ഥിച്ചും ക്രിസ്തുവിലേക്ക് എത്തും. ക്രിസ്തു മുഖേനയാണ് പിന്നെ ഞങ്ങളിലേക്ക് എത്തുന്നത്, ദൈവത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്ക് എത്താൻ വളരെയധികം മറ്റു മാർഗങ്ങൾ കൊണ്ട് ജപമാല ചെല്ലുന്നത് ക്രിസ്തുവിലേക്കുള്ള ഒരു മാർഗമാണ്. കന്യകാമറിയം യേശു ക്രിസ്തുവിനെ ഭൂജാതനാവൻ സഹായിച്ച വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, ക്രിസ്തുവിലേക്ക് വീണ്ടും അടുപ്പിക്കുക എന്ന ഒരു ഏണിപ്പടി കൂടിയാണ് കന്യകാമറിയം. അപ്പോൾ ഈ മെയ് 2-ാം തീയതി ജപമാല മാസം ആചരിക്കുന്ന ഈ 2026 ക്രിസ്തുവിലേക്ക് എത്തുക. കാരണം ക്രിസ്തുവിലെത്തിയാൽ മാത്രമേ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ ദൈവത്തിലേക്ക് എത്തുക. കാരണം എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഇത്രയും നാള് ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടും ആ സൗരഭ്യം ലഭിക്കാനുള്ള ശേഷി ഫിലിപ്പോസിനുണ്ടായില്ല. അതുകൊണ്ട് അതേപോലത്തെ ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ജനതകളാണ്. നമ്മളെല്ലാം കത്തോലിക്കരാണ്. നല്ലൊരു സോഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി ഉള്ളവരാണ്. വളരെ വലിയ ഒരു ഉറവിടമുള്ളതാണ്. വളരെ സമ്പത്താണ്, ആത്മീയ സമ്പന്നരാണ്. എന്നിട്ട് പോലും ക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു പ്രവണത നമ്മൾക്ക് ഇല്ലാതെ വരുവാനുള്ള കാരണം എന്താണ്? നമ്മൾക്ക് ആ സൗരഭ്യം ഏൽക്കാത്തതുകൊണ്ടാണ്. അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് മുട്ടുവാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. ആത്മീയതയിൽ ആഴത്തിലേക്ക് ഇറങ്ങിയാലേ ക്രിസ്തുവുമായിട്ട് അടുക്കുവാൻ പറ്റുകയുള്ളൂ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. എപ്പോഴും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന ഒരു കല്ലായി മാറാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്നാലേ ആ അല്പം സൗരഭ്യങ്ങളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, യുക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിലേക്ക് വരാൻ ഇന്നത്തെ ആധുനിക ലോകത്തിൽ മനുഷ്യൻ നേരിടുന്ന ഒരുപാട് യുക്തിപരമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ പറയുന്നതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ ചിലർക്ക് ജീവിക്കാനുള്ള ജീവിതമാർഗം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് യാഥാസ്ഥിതികർ, എത്തേയിസ്റ്റ്, ഇവരൊക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരെ ചൊവ്വേ ക്രിസ്തുവിലേക്ക് എത്തുന്നത് കുറച്ച് കഠിനമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ പ്രവൃത്തികളിൽ വിശ്വസിച്ചാൽ നമുക്ക് അത് മാത്രം മതി ക്രിസ്തുവിനെ അറിയാനും. മാത്രമല്ല, ക്രിസ്തുവിനെ അറിയുന്നതോറും നമ്മൾക്കും ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ കാര്യം കൂടി ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തികളും എന്നേക്കാൾ വലുതും അവൻ ചെയ്യും, കാരണം ഞാൻ ദൈവത്തിന്റെ അടുക്കളേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനേക്കാൾ വലിയ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് ക്രിസ്തു ചെയ്തത്? രോഗികളെ സുഖപ്പെടുത്തി, കിടക്കുന്നവരെ, അംഗവിഹീനർക്ക് സൗഖ്യം ലഭിച്ചു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, അന്ധരെ കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തി, അപ്പമില്ലാത്തവർക്ക് അപ്പമില്ലാതെ ദാഹിച്ചും വലഞ്ഞും വിശന്നും കിടന്നവർക്ക് എത്രയോ നിറയെ അപ്പങ്ങളാണ് ദൈവം വിളമ്പി കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾക്കും ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ആഴത്തിൽ ഉണ്ടെങ്കിൽ, സംശയമില്ലാത്തൊരു വിശ്വാസം, ഒരു താമര നൂലിഴ പോലും വലിപ്പത്തിൽ ഇല്ലാത്ത സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ദൈവം ചെയ്ത, യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നമ്മൾക്കും ചെയ്യാൻ സാധിക്കും എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയവയും ചെയ്യാൻ സാധിക്കും. കാരണം ക്രിസ്തു പോകുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ അടുക്കിലേക്കാണ്. അപ്പോൾ ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും.
വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കുള്ള ഒരു വിളിയും കൂടിയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഈ ക്രിസ്തു അറിയിക്കുന്നത്. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും നല്ല ഒരു ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മാത്രമല്ല എല്ലാവർക്കും ഒരു ആഴത്തിലുള്ള വിശ്വാസം ക്രിസ്തുവിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.